സർക്കാരിന്റെ അറ്റകൈ പ്രയോഗത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യ നിയമം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുമ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചതികൾ പുറത്തുകൊണ്ടുവരുന്നുണ്ട് രാഹുൽ ഗാന്ധി. പുതിയ ഭേദഗതികളുമായി അവതരിപ്പിച്ച 2026 ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് പഴയ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇതിനെയാണ് സർക്കാരിന്റെ അറ്റകൈ പ്രയോഗമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭേദഗതികളോടെയുള്ള പുതിയ ബില്ല് സഭയിൽ പരാജയപ്പെടുകയാണെങ്കിൽ 2023 നിയമമെങ്കിലും നിലനിർത്താനുള്ള സർക്കാരിന്റെ നീക്കമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2023 സെപ്റ്റംബർ 28 തന്നെ ഈ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നുവെങ്കിലും സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ എന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. ആ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ അസാധാരണ നടപടിയെ കോൺഗ്രസ് MP മനീഷ് തിവാരിയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ലോക്സഭയിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു ബില്ലിന്റെ വിജയം മറ്റൊരു ബില്ലിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ പ്രധാന ബില്ല് പരാജയപ്പെട്ടാൽ മറ്റേതും അപ്രസക്തമാകും. ഈ സാഹചര്യം മറികടക്കാനാണ് നിയമ മന്ത്രാലയം തിരക്കിട്ട് പഴയ നിയമം വിജ്ഞാപനം ചെയ്തതെന്നും പ്രതിപക്ഷ നേതാക്കളടക്കം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ബില്ലിന്മേൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ സർക്കാരിന് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാകണമെങ്കിൽ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. കൂടാതെ സഭയുടെ ആകെ അംഗബലത്തിന്റെ പകുതിയിലധികം പേരുടെ പിന്തുണയും വേണം. നിലവിൽ 3 സീറ്റുകൾ ഒഴികെയുള്ള ലോക്സഭയിൽ 540 MP-മാരാണുള്ളത്. ഇതനുസരിച്ച് ബില്ല് പാസ്സാക്കാൻ 360 പേരുടെ പിന്തുണ ആവശ്യമാണ്. എന്നാൽ NDAയുടെ നിലവിലെ അംഗബലം 293 മാത്രമാണ്. അതായത് ആവശ്യമായ സംഖ്യയേക്കാൾ 67 അംഗങ്ങളുടെ കുറവ് ഭരണപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ കൂട്ടത്തോടെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നാൽ മാത്രമേ സർക്കാരിന് ഈ കടമ്പ കടക്കാനാകൂ എന്ന് വ്യക്തമാണ്. അതേസമയം ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ മുന്നിൽ ചില വഴികളുണ്ട്. വോട്ടെടുപ്പുമായി മുന്നോട്ട് പോയി തോൽവി സമ്മതിക്കുക എന്നതാണ് ഒന്ന്. വ്യാഴാഴ്ച ലോക്സഭയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി MP-മാരുടെ തീരുമാനത്തെക്കാൾ ഉപരി അവരുടെ ഉദ്ദേശശുദ്ധിയാണ് രാജ്യം നോക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷം ബില്ലിനെ എതിർത്താൽ അത് അവർക്ക് തിരിച്ചടിയാകുമെന്ന സൂചനയാണ് മോദി നൽകിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ബില്ലിൽ ഭേദഗതി കൊണ്ടുവരികയോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ധാരണയിലെത്തി ബില്ല് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടുകയോ ചെയ്യുക എന്നതാണ് മറ്റു പോംവഴികൾ. വ്യാഴാഴ്ച ബില്ല് അവതരണ വേളയിൽ നടന്ന വോട്ടെടുപ്പിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു. അവതരണത്തെ അനുകൂലിച്ച് 251 പേർ വോട്ട് ചെയ്തപ്പോൾ 185 പേർ എതിർക്കുകയായിരുന്നു. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം എതിർത്ത് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ വോട്ടെടുപ്പ് ഫലം അനുകൂലമാകാൻ സാധ്യത കുറവാണെന്ന് BJP വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ മണ്ഡല പുനർനിർണയം വലിയ രാഷ്ട്രീയ വിഷയമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP നേതാക്കളും ഈ നീക്കത്തിൽ ആശങ്കാകുലരാണ്. കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നവരിൽ മുന്നിൽ നിൽക്കുന്ന ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്കുദേശം പാർട്ടി എന്ന TDPയും ബില്ലിനെ ശക്തമായി എതിർക്കുമ്പോൾ അത് പരോക്ഷമായ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. വരാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2029 പൊതു തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം വനിതാ സംവരണത്തിന് വിരുദ്ധമാണെന്ന പ്രചാരണം നടത്തി TDPയെ തളർത്താമെന്ന വഴിയും BJP തേടുന്നുണ്ട്. JDU അടക്കം ചില ചുരുങ്ങിയ NDA സഖ്യകക്ഷികൾ സർക്കാരിനൊപ്പം നിൽക്കുമെങ്കിലും YSR കോൺഗ്രസ് പോലുള്ള ചില പാർട്ടികൾ ഉപാധികളോടെയുള്ള പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ തങ്ങളുടെ സംസ്ഥാനത്തെ സീറ്റുകളുടെ അനുപാതത്തിൽ മാറ്റം വരില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയാൽ മാത്രമേ പിന്തുണയ്ക്കൂ എന്നാണ് YSR കോൺഗ്രസിന്റെ നിലപാട്. സമാന രീതിയിൽ കടുത്ത എതിർപ്പുകളാണ് മറ്റ് പാർട്ടികളിൽ നിന്നുണ്ടാകുന്നതെന്നും കാണാൻ സാധിക്കും.